എഫിന്റെ ജാഥകൾ പാളി എന്ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വിമർശനം. 3 മേഖലാ ജാഥകളും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. സംസ്ഥാന ജാഥ നടത്തിയാൽ മതിയായിരുന്നുവെന്നും CPIയിൽ ചർച്ച. ദേവൻ MP ചേരുന്നു. ദേവൻ, അതായത് ഒറ്റ ജാഥ LDFിന്റെ പേരിൽ മതിയായിരുന്നു എന്നാണോ വിമർശനം ഉയർന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. 3 ജാഥകളായിട്ടായിരുന്നു LDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കാസർഗോഡ് നിന്നും ആരംഭിച്ച വടക്കൻ മേഖലാ ജാഥയിൽ CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് നേതൃത്വത്തിലായിരുന്നു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മധ്യമേഖലാ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നത് കേരള കോൺഗ്രസിന് വേണ്ടി OK മാണി. ഒപ്പം തന്നെ തെക്കൻ മേഖലാ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരുന്നു. ഇങ്ങനെ 3 മേഖലാ ജാഥകളായി സംഘടിപ്പിച്ച LDFിന്റെ ഈ ജാഥയ്ക്ക് വേണ്ടത്ര ജനശ്രദ്ധ കിട്ടിയില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പല യോഗങ്ങളിലും ഈ മേഖലാ ജാഥകളെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പൊതുസമ്മേളനങ്ങളിൽ വേണ്ടത്ര ജനപങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും CPI സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് സംസാരിക്കുമ്പോൾ പോലും വേദിയിൽ കസേരകൾ ഒഴിഞ്ഞു കിടന്നു. തെക്കൻ മേഖലാ ജാഥയിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗ വേദിയിലും ഇത്തരത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലായെന്നും ജനപങ്കാളിത്തം കുറഞ്ഞു പോയതായും ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. ഇതിന് പകരമായി 3 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കുന്നതിന് പകരം ഒറ്റ ജാതിയായി സംസ്ഥാനത്തുടനീളം ഒറ്റ ജാതിയായി സംഘടിപ്പിച്ചാൽ മതിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് CPI എക്സിക്യൂട്ടീവ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും UDFിനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയ യാത്രയ്ക്ക് കൂടുതൽ മാധ്യമ ശ്രദ്ധയും ഒപ്പം തന്നെ ജനപങ്കാളിത്തവും കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CPI ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നാളെ തിരുവനന്തപുരത്ത് CPIM സെക്രട്ടേറിയറ്റ് കൂടി ചേരുന്ന സാഹചര്യത്തിൽ ഈ ജാഥ വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനപങ്കാളിത്തം കുറഞ്ഞു പോയതായോ അല്ലെങ്കിൽ ജാഥയിൽ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉയർന്ന സാഹചര്യം ഒക്കെ തന്നെ നാളെ ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടി ചർച്ചയാവും. ഏതായാലും ഈ ജാഥകൾ പാളി എന്നൊരു വിമർശനത്തിലാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഏതായാലും CPI ഉള്ളത്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മറ്റ് പ്രചരണ ഇപ്പോൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള പരിപാടികളെ കൂടി ഇത്തരത്തിൽ ഈ ജനപങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കിക്കൊണ്ട് നടപ്പാക്കണം ഒരു അഭിപ്രായമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉയർന്നു വന്നിട്ടുള്ളത്. ശരി ദേവ, വ്യക്തമാണ്. വലിയ ജനപങ്കാളിത്തം പ്രകടമാക്കാൻ ഒരൊറ്റ ജാഥ സംസ്ഥാന അടിസ്ഥാനത്തിൽ മതിയായിരുന്നു, 3 മേഖലാ ജാഥകൾ വേണ്ടായിരുന്നു എന്നാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒരു വിമർശനം ഉയർന്നത്. അതിന്റെ വിവരങ്ങളാണ് കേട്ടത്.